ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടാത്ത മനുഷ്യരില്ല. എന്നാൽ വിജയപരാജയങ്ങൾ സമാനമായി ജീവിത ഉടനീളം നാം അഭിമുഖീകരിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ആർക്കാണ് വിജയിക്കുവാൻ കഴിയുന്നത്? ലോകത്തിൽ നാം നേടിയതും വിജയിച്ചു എന്ന് കരുതുന്നതും എല്ലാം താൽക്കാലികമാകുന്ന നിമിഷമത്രേ മരണം. മരണം കൊണ്ട് മനുഷ്യൻ്റെ വിജയപരാജയങ്ങൾ അവസാനിക്കുമോ? മരണം ലോകത്തിൽ നിന്നുള്ള വേർപാടാണ്. ലോകത്തിൽ നിന്നും വേർപെട്ടവർ പിന്നെ എവിടേക്ക് പോകുന്നു? ആർക്കും അറിയാത്ത നിഗൂഢമായ ഒരു ഉത്തരം പോലെ നിങ്ങൾക്കും തോന്നുന്നു. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നും ഭൗതിക ശരീരം മറയപ്പെട്ടാലും ആത്മാവ് ദൈവത്തിങ്കലേക്ക് പോകുമെന്നും അവിടെ ന്യായവിധി ഉണ്ടാകുമെന്നും പഠിപ്പിച്ച ഒരുവനുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ലോകത്തിലേക്ക് അവതരിച്ച ദൈവപുത്രനാകുന്ന യേശുക്രിസ്തു. അതെ, അവൻ പഠിപ്പിക്കുക മാത്രമല്ലായിരുന്നു, ജീവിതം കൊണ്ട് കാണിച്ചു തരുകയും ജീവിതത്തിൽ തൻ്റെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയും ചെയ്തു. ലോകത്തിലെ ഉലക മഹാത്മാരെല്ലാവരും കല്ലറയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ മരണത്തെ ഭേദിച്ചുകൊണ്ട് ജയാളി വീരനായി യേശു ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.